എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തുണ്ടാക്കുന്ന കോക്കനട്ട് ലഡ്ഡു ഉണ്ടാക്കിയെടുക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ഐ ആം അക്ഷയ ആൻഡ് വെൽക്കം ടു അക്ഷയാസ് ക്യാമിയോ. അപ്പോൾ നമുക്ക് 3 ഇൻഗ്രീഡിയൻസിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കോക്കനട്ട് ലഡ്ഡു എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. 2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കാം. ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അടുക്കി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ് കേട്ടോ ഈ ഒരു ഭാഗം. പക്ഷെ അതിലാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. പാലൊക്കെ നന്നായിട്ടൊന്ന് വറ്റി ഇതിൽ പിടിച്ച് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ആദ്യം 1/2 കപ്പാണ് ഷുഗർ ചേർക്കുന്നത്. എന്നിട്ടൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഒരു മീഡിയം ഷുഗറൊക്കെയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഈ 1/2 കപ്പിന് ധാരാളമാണ് കേട്ടോ. ഇനി ഈ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വറ്റി വരട്ടെ. അടുക്കി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളർ അടിയിൽ വന്നാൽ മൊത്തം ലഡുവിൻ്റെ നിറം അങ്ങ് മാറിപ്പോവും. അതുപോലെ തന്നെ നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള ഏതെങ്കിലും പാത്രം അല്ലെങ്കിൽ അടുക്കി പിടിക്കാത്ത പാത്രം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ഇപ്പോൾ ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് വറ്റി വരണം കേട്ടോ. വേഗം ആവത്തില്ല, കുറച്ച് സമയം എടുക്കും. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടും ആക്കില്ല, ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടിഭാഗം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ നന്നായിട്ട് വറ്റി ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ? ഇതുപോലെ ഈസി ആയിട്ട് പാനിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുന്ന ഒരു സമയമാവും. ഇത്ര മതി കേട്ടോ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ശകലം ചൂടൊന്ന് ആറിയ ശേഷം ഉരുട്ടി തുടങ്ങാവേ. ഫുൾ ആറാൻ നിൽക്കില്ല, ചെറു ചൂട് വേണം. ഇതിപ്പോൾ ഒരു മാനേജബിൾ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഒരു സ്കൂപ്പ് എടുക്കുക. ഇത് ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡെസിക്കേറ്റഡ് കോക്കനട്ടിലൊന്ന് കവർ ചെയ്തെടുക്കാം. അങ്ങനെ ലഡ്ഡു റെഡിയായി. ഇതുപോലെ നമുക്ക് ഇത് മൊത്തം ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കോക്കനട്ട് ലഡ്ഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത് തരണം. വേറെ റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ഹാപ്പി. ബൈ.